ഇങ്ങനെ ഫ്ലൈറ്റ് കയറിയപ്പോൾ തൊട്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഫുഡിന് വേണ്ടി നല്ല കട്ട വെയിറ്റിംഗ് ആണ്. കാരണം നല്ലപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാബിൻ ക്രൂ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായി. ഫുഡ് ഏകദേശം അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദേ നമുക്കൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിക്കൊന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഒരു 9 മണിക്കൂറത്തെ ഫ്ലൈയിങ്ങിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഡൽഹിയിൽ ലാൻഡ് ചെയ്തത്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ നമുക്ക് അടുത്തൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 7 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. നമ്മൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഈ കാണുന്ന ഒരു കടയിൽ നിന്ന് ഏകദേശം ബിരിയാണി പോലത്തെ ഒരു സാധനമാണ് മേടിച്ചത്. സംഭവം കൊള്ളായിരുന്നു എന്തായാലും. പക്ഷേ ഈ ഒരു ചെറിയ ടിൻ ഏകദേശം ഒരു 600 രൂപയുടെ അടുത്ത് വിലയായിട്ടോ. നമ്മൾ സെക്കൻഡ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലൈറ്റിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. ഒരു ഏകദേശം ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചി ലാൻഡ് ചെയ്തപ്പോൾ തൊട്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വീട്ടുകാരെ കാണാനൊക്കെ ആയിട്ട്. വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയ്ക്ക് ഇമോഷണൽ ആയായിരുന്നു കേട്ടോ.